ആണ്ടുകളുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടുകളുടെ നാമം നമുക്ക് ആണ്ടുവരെ നമുക്ക് മഹിഴ്വും ആണ്ടുവരെ നമുക്ക് സ്തുതിക്കും. അവൻ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കായി നമുക്ക് സ്തോത്രം പണ്ണ. ഇന്ന് നമ്മൾ എപ്പിസോഡ് 159, അതിൽ C8 C8 എന്ന് ചൊല്ലിയാൽ നമ്മൾ കൊലോസ്യ ലേഖനത്തിലെ 8ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ബൈബിൾ സ്റ്റഡിയാണ്. അത് നമുക്ക് പാക്കലാം. ഇന്ന് കൊലോസ്യ ലേഖനം 1:10 വാക്യം താൻ നമ്മൾ വിസാരിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമ്മൾ കൊഞ്ചം ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് പാക്കലാം. ആണ്ടവർ എന്നാ നമ്മളോട് പേശണം എന്ന് ആണ്ടവർ നമ്മളോട് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ വചനങ്ങൾ പഠിക്കുന്നത് മൂലം നമുക്ക് എന്നാ വേണം? നമുക്ക് പ്രയോജനം கிடைക്കണം. എപ്പടി പ്രയോജനം கிடைക്കണം? നമുക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകണം. അതായത് ആത്മീയമായിട്ട് നമ്മൾ വളരണം. അതാണ് ആണ്ടവർ നമ്മളോട് ആഗ്രഹിക്കുന്ന കാര്യം. ആണ്ടവർ അതാണ് നമ്മൾ ചൊല്ലുന്നത്. നമ്മൾ എന്നാ ചൊല്ലുന്നത്? നമ്മൾ അതുകൊണ്ട് നമ്മൾ ബലപ്പെട്ട് എന്നാ பண்ணണം? ആണ്ടവർക്ക് ചിത്തമായി ചെയ്യണം. അതായത് ഉദാഹരണമായി ചൊല്ലിയാൽ ഇപ്പോഴും നമ്മൾ ചൊല്ലാൻ പറ്റും. നമ്മൾ ആഹാരം കഴിക്കാതെ നമുക്ക് എപ്പോഴും വളരാൻ പറ്റും? നമ്മളൊരു കുഞ്ഞായാൽ അതിന് പാല് കൊടുക്കണം. പാൽ അത് സാപ്പിട്ടാൽ അത് പസിക്കരുത്, അത് ദഹിക്കരുത്. അത് ദഹിക്കാതെ പോയി കഴിഞ്ഞാൽ അത് വർക്കാവും. അതായത് നമ്മൾ വായിക്കുന്ന വചനങ്ങൾ അത് പഠിച്ചിട്ട് അത് ഗ്രഹിക്കണം. അതായത് അതുകൊണ്ട് താൻ നമ്മൾ വചനത്തിൽ നമ്മൾ പാക്കുന്നത് എന്നെ പാക്കുന്നത് പശുവിനെ പോലെ എന്നാ പണിത് അത് സാപ്പിട്ടിട്ട് അത് ഒരിടത്ത് ഇരുന്ന് അത് അയവിറക്കും. അതായത് അത് വയറ്റിൽ നിന്നും തിന്ന ഗ്രാസ് അത് വായി കൊണ്ടുവന്നിട്ട് പിന്നെ അരച്ച് അതെന്നാ ചെയ്യും? അത് സാപ്പിടും. അത് അപ്പടി ചെയ്യുന്നതുകൊണ്ട് അതാണെന്ന് വെച്ചാൽ അതുപോലെ താൻ നമ്മൾ ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും നമ്മൾ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ பண்ணണം? നമ്മൾ കേട്ടിട്ട് അത് ഇരുന്ന് നമ്മൾ അത് മനസ്സിലാക്കുവാൻ തക്കോണം നമുക്ക് ആവശ്യമുണ്ട്. അതായത് വചനം എന്താണ് നമ്മളോട് ചൊല്ലിയത്, അത് ശരിയാണോ? അതുമൂലം നമുക്ക് എന്നാ പറ്റും? നമ്മുടെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് കിടക്കും. നമുക്ക് ആത്മീയ അനുഗ്രഹം കിടക്കുന്നത് എന്നാ പറയണം? നമ്മൾ അതിൽ അയവിറക്കണം. മലയാളത്തിൽ അയവിറക്കണം എന്ന് ചൊല്ല്. എനിക്ക് തമിഴിലെ അതിന് വാക്യം എനിക്ക് தெரியாது. അതായത് സാപ്പിട്ടിട്ട് രണ്ടാമത് ഇത് ചെയ്യണം. അത് മൃഗങ്ങൾ മറ്റും തന്നെ, ആട്, പശുവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും അപ്പടി ചെയ്യാതെ. എന്നാൽ ഇത് മനുഷ്യരെന്ന് സാപ്പിട്ട് കഴിഞ്ഞാൽ പോയി തീർന്നു. പക്ഷേ നമുക്ക് അപ്പടിയല്ല. സാപ്പിട്ട് കഴിഞ്ഞിട്ട് അത് നമ്മൾ പിന്നെ അയവിറക്കണം. അപ്പോൾ നമ്മൾ ആഹാരത്തോട് നമ്മൾ ഞാൻ അപ്പടി ചൊല്ലില്ല മനുഷ്യനെ പറ്റി. വചനം നമ്മൾ എന്ത് കേട്ടാലും ആ വചനം ശരിയാണോ, അത് തപ്പാണോ, അതോ അതിൽ എന്നാ പാഠം നമുക്ക് ഇരിക്കുന്നതെന്നും മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വചനം നമ്മൾ എത്രാമത്തെ വചനം താൻ 10ാം വചനം താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമുക്ക് 8 മുതൽ നമുക്ക് കൊഞ്ചം ബാക്കിലോട്ട് പോയിട്ട് നമുക്കൊന്ന് പാക്കലാം. ഇങ്ങനെ 8ാം വാക്യത്തിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷ അത് നമ്മൾ പഠിച്ചാൽ 9ാം വാക്യം. അതുകൊണ്ട് അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് എന്നെ കേൾക്കുന്നത്, ഞാൻ നിങ്ങളുടെ നേസം, നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി ഞാൻ കേട്ടിട്ട് ഞാൻ എന്നെ பண்ணுവ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപിക്കുക, നിങ്ങളുടെ കൂട്ടത്തിന് വേണ്ടി ജപിക്കുക. എന്തിനു ജപിക്കണം? അതിന് കാരണം വേറെ ഒന്നുമല്ല. ഞാൻ ജപിക്കുന്നതിന് കാരണം നിങ്ങൾ അതിൽ നിന്നും വിട്ടുപോകാതെ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നിലനിന്ന് നിങ്ങൾ ജീവിക്കണം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു എന്ന ചൊല്ലുക. പത്രോസേ, നിങ്ങളെ പാറ്റിക്കളയുവാൻ വേണ്ടി സാത്താൻ എന്നോട് ദൈവത്തോട് അപേക്ഷിച്ചു എന്ന് നമ്മൾ കാണുന്നു. അന്നേരം ഇങ്ങനെ പാറ്റിക്കളയുവാൻ തക്കോണം ദൈവത്തോട് അപേക്ഷിച്ചു. അന്നേരം അതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോവാൻ തക്കോണം ദൈവം സാത്താൻ നമ്മുടെ പുറകെയുണ്ട്. വിശ്വാസികളെ സാത്താൻ
പിശാചിന് ഒന്നും ചെയ്യാൻ മുടിയാതെ. എന്നാൽ ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ, ദൈവത്തിൻ്റെ സഹായമില്ലാതെ അത് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് താൻ പിശാച് എന്നാ ചൊല്ലിയാച്ചേ, അവൻ ദൈവത്തോട് കേൾക്കുക, ഇവരെ പാറ്റിക്കളയുവാൻ തക്കോണം. അത് നമുക്ക് അതിൽ നമുക്ക് നമുക്കൊന്ന് കാണാൻ പറ്റും. അങ്ങനെ പത്രോസ് ചൊല്ലി, ഞാൻ ആര് വിട്ടാലും പോവുകയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ പറ്റി പത്രോസിനെ ദൈവം അതിന് ഇടയാക്കി കൊടുത്തപ്പോൾ അവൻ എന്ത് പറ്റി? അവൻ്റെ വിശ്വാസം പോയി. അവൻ്റെ കൂടെ നിന്ന് അവന് ഏറ്റവും മുതിർന്ന അപ്പോസ്തലനായിരുന്നിട്ട് പോലും, ശിഷ്യന്മാരിൽ അവൻ മുതിർന്നവനായിരുന്നിട്ട് പോലും, ദൈവത്തിൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ ഇരുന്നവനായിട്ട് പോലും ദൈവത്തെ പിടിച്ചപ്പോൾ അവൻ എന്നാ ചെയ്തു? ദൈവത്തെ തള്ളിപ്പറഞ്ഞു. ദൈവം ചൊല്ലിയാച്ച, ആണ്ടവർ എന്നെ ചൊല്ലിച്ച, നീ എന്നെ തള്ളിപ്പറയും. അതേപോലെ തന്നെ എന്നാ പണിയാച്ച, ഇവൻ ആണ്ടവരെ തള്ളിപ്പറഞ്ഞാച്ച പറഞ്ഞില്ല. എന്നിട്ട് അതിൽ ആണ്ടവർ ചൊല്ലി, നീ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. അന്നേരം നമുക്ക് പാക്കുന്നതിനാൽ ആണ്ടവർ നമ്മളെ പിടിച്ചില്ലെങ്കിൽ എന്നെ പറ്റും? നമ്മൾ പാറിപ്പോവും. അന്നേരം അതുകൊണ്ട് എന്നെ പറ്റും? അത് അതേ കാര്യം തന്നെ നമുക്ക് പാക്കാം. യൂദയുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ അവൻ പാറിപ്പോയിട്ട് എന്നെ പറ്റി? അവനെ ആണ്ടവരായ യേശുക്രിസ്തുവിനെ പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ മനസ്താപം വന്നപ്പോൾ അവൻ എന്നെ പറ്റി ആ പൈസ 30 ശെക്കൽ അവൻ എന്താ കൊടുത്തു? തിരുമ്മിക്കൊടുത്തു. അന്നേരം അവർ മേടിച്ചില്ല. അവൻ അത് എറിഞ്ഞിട്ടേ പോയി. എന്നിട്ട് തൂങ്ങിച്ചാത്തു. അവൻ കഴുത്തിൽ കയറിട്ട് തൂങ്ങിച്ചത്തു എന്ന് നമ്മൾ വാസിക്കും. അന്നേരം അവനെ പാറിപ്പോയ അവസ്ഥയൊന്നും നമുക്ക് പാക്കുക. അവൻ അതേ ആണ്ടവർത്താൻ ചൊല്ലുക, അവൻ ദുഷ്ടനെ, അവൻ്റെ മനസ്സ് പണത്തിൽ താൻ ഇരിക്കുക. എന്നാലും നമ്മൾ അപ്പടി പോകാൻ നമ്മൾ ആണ്ടവരുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അത് തപ്പായി പോയി കഴിഞ്ഞാൽ എന്നാ പറ്റും? നിങ്ങൾ പാറിപ്പോവും. അതായത് വിശ്വാസത്തിൽ നിന്നും വിട്ടുപോകും. ഇങ്ങനെ നമ്മൾ 10-ാം വാക്യത്തിൽ നമ്മൾ നമ്മൾ 9-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ, അത് കണ്ടിന്യൂസ്ലി, അതായത് എപ്പോഴുമേ നിങ്ങൾക്ക് വേണ്ടി ജപം பண்ணிക്കൊണ്ടിരിക്കും. 10-ാം വാക്യം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി, അതായത് അപ്പോസ്തലനായ പൗലോസ് പൂർണ്ണ പ്രസാദ കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന് നമ്മൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രസാദം ഞങ്ങൾക്ക് പൂർണ്ണമായി കിടക്കണം. പൂർണ്ണമായ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാണ്. രണ്ടാമത്തെ കാര്യം, ആണ്ടവർക്ക് യോഗ്യമാവും വണ്ണം താൻ നമുക്ക് എന്നാ ചെയ്യണം? നമ്മൾ യോഗ്യമാവും വണ്ണം താൻ നമ്മൾ ഇരിക്കണം. നമ്മൾ യോഗ്യമാവും വണ്ണം നമ്മൾ നടക്കണം എന്ന് ചൊല്ലിയത്. മൂന്നാമത്തെ, ആത്മീയ സകല ജ്ഞാനത്തിലും, ആത്മീയ സകല ജ്ഞാനം, അതായത് വചനത്തിൻ്റെ ജ്ഞാനത്തിലും, പിന്നെ അടുത്ത വിവേകത്തിലും, അതായത് നമ്മൾ പഠിച്ചു, നമ്മൾ പഠിച്ച ജ്ഞാനം നമ്മൾ പഠിച്ച് നമ്മൾ ഗ്രഹിച്ച് നമ്മൾ എടുത്തയച്ച് അത് വിവേകത്തിൽ, അത് ആണ്ടവരുടെ വിസ്ഡമിൽ, അല്ലെങ്കിൽ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ അത് വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ടും അവന് എന്ന ചിത്തമായിരിക്കുന്ന നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ എന്നെ പാക്കണം? ആണ്ടവർക്ക് എന്ന ചിത്തമായിരിക്കും. ആണ്ടവർക്ക് ചിത്തമായ രീതിയിലും നിറഞ്ഞു പറയണം. നിങ്ങൾ വളർന്നു പറയണം, നിങ്ങൾ നിറഞ്ഞു പറയണം. എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളെ പറ്റി കൊലീസ വിശ്വാസികൾക്ക് മറ്റും തന്നെ അല്ല ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടി എഴുതിയ വചനം താൻ ഇങ്ങനെ ചൊല്ലുക, നിങ്ങൾ എത്ര കാര്യത്തിൽ വേണം? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം ആത്മീയ സകല ജ്ഞാനത്തിലും വിവേകത്തിലും ഇഷ്ടത്തിലും പരിജ്ഞാനം കൊണ്ടും 5 കാര്യം എങ്കിൽ നമ്മൾ പാക്കുക. 5 കാര്യം കൊണ്ട് എപ്പടി വരണം? നിറഞ്ഞു വരണം. അതായത് നിറഞ്ഞു വരണമെന്ന് ചൊല്ലിയാൽ നിങ്ങളത് ഒരു ഗ്ലാസ്സിൽ, ഒരു മഗ്ഗിൽ നമ്മൾ തണ്ണി ഊറ്റിക്കഴിഞ്ഞാൽ അത് നിറഞ്ഞ് കവിയണം. അതായത് നിങ്ങൾ അതിൽ നിന്നും അതിൽ പിന്നെ ഒന്നും 7 പണ്ണാൻ പറ്റുന്ന മാതിരി നമ്മൾ നിറഞ്ഞു പറയണം എന്ന് ചൊല്ലുകയാണ്. എന്നും
സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് അത് മാത്രമല്ല, നിങ്ങൾ ഇപ്രകാരമെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യും. അപ്പടി നിങ്ങൾ സൽപ്രവൃത്തി അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ, അല്ലെങ്കിൽ ആണ്ടവർക്ക് ചിത്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഗുണം, അതായത് നിങ്ങൾ മറ്റുള്ളവരെ നേസിക്കുമ്പോൾ എന്നെ പറ്റും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് നേസമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ முடியாது. അതായത് ഇങ്ങനെ சொல்லுന്നത് സകല പ്രവൃത്തിയിലും ഫലം കായ്ക്കുന്ന, അത് മാത്രമല്ല അത് ഫലം കായ്ക്കുന്ന സുലിയ നിങ്ങൾ അതിൽ നിങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിങ്ങളിൽ ഫലം കായ്ച്ചിട്ട് അത് പിന്നെയും വില വന്ന് അത് പിന്നെയും മരമായിട്ട് അതും ഫലം കായ്ക്കണം. അതായത് മൾട്ടിപ്ലിക്കേഷൻ താൻ ഇங்கே ആണ്ടവർ ചൊല്ലുക. അതായത് നിങ്ങൾ ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അങ്ങനെ നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ ആണ്ടവരുടെ ചിത്തം, ആണ്ടവരുടെ മനസ്സ്, അത് നമ്മൾ മനസ്സിലാക്കി ആണ്ടവർക്ക് വേണ്ടി നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നമ്മൾ നടക്കേണ്ട കാര്യം ഇங்கே ഇരിക്കും. എന്നാലും നമ്മൾ 10ാം വാക്യം അത് പെരിയ നമ്മൾ പഠിക്കുക എന്നുണ്ടെങ്കിൽ ரொம்ப ടൈം എടുക്കും. പക്ഷേ ഇங்கே നമ്മൾ ചൊല്ലുത് പിന്നെയും ഒന്നുകൂടെ പാക്കല എന്നത് നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി, ആരുടെ പ്രസാദത്തിന് വേണ്ടിയാ ഇங்கே ചൊല്ലുത്? പൂർണ്ണപ്രസാദം ആർക്കാം? ആണ്ടവർക്ക് പ്രസാദത്തിനായി, മാത്രമല്ല കർത്താവിന് യോഗ്യനാണ്. ആണ്ടവരായ യേശുക്രിസ്തുവിനുള്ള കർത്താവ് എന്ന് ചൊല്ലിയ ആണ്ടവരായ യേശുക്രിസ്തു കർത്താവിന് യോഗ്യമായി വേണം. അവൻ എന്നെ ചിത്തമായിരിക്കെ അത് പ്രകാരം നമ്മുടെ നടപ്പ് ആണ്ടവർ നമ്മൾ നോക്കുന്നത്. അതുപോലെ അത് നമ്മൾ ഇരിക്കുകയല്ല, നമ്മളെല്ലാം കിട്ടിയിട്ട് നമ്മൾ ചുമ്മാ ഇരുന്നാൽ പോലെ നമ്മൾ നടക്കുന്ന അത് മറ്റുമല്ല, ആത്മീയ ജ്ഞാനത്തിലും വിവേകത്തിലും എന്നെ പറയണം. നമ്മൾ അവൻ്റെ ഇഷ്ടത്തിനും പരിജ്ഞാനത്തിനും കൊണ്ട് നിറഞ്ഞു വേണം. നിങ്ങൾ നിറഞ്ഞു പറയേണ്ട ആവശ്യം ഇരിക്കും. ഈ പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിൽ, ഇതെല്ലാം അത് എപ്പോഴും നമുക്ക് പറ്റും. അത് വചനം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പറ്റും. നമ്മൾ വചനം പഠിക്കും തോറും എന്നെ പറ്റും നമുക്ക് ആണ്ടവരുടെ പരിജ്ഞാനം നമുക്ക് ഏറി വരും. അതുകൊണ്ട് നിറഞ്ഞു പറയണം എന്ന എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് നമ്മൾ അതിൽ നിറഞ്ഞു വരേണ്ടതിന് നമ്മൾ ദിവസേന ആണ്ടവരുടെ വചനം പഠിക്കുകയും ദിവസേന ആണ്ടവരുടെ വചനത്തെ നമ്മൾ മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി ആണ്ടവർക്ക് ചിത്തം ചെയ്യുകയും അത് മാത്രമല്ല നമ്മൾ എല്ലാത്തിലും നമ്മൾ എന്നാ பண்ணണം? നമുക്ക് എല്ലാത്തിനുമേ എക്സാമ്പിളിലേക്ക്, ഉദാഹരണത്തിലേക്ക് നമ്മൾ വചനം വാസിക്കുമ്പോൾ നമുക്ക് എന്നാ തെരിയും? ആണ്ടവർ തന്നെ എല്ലാത്തിനുമേ ഉദാഹരണം തന്നിരിക്കും. പരിജ്ഞാനത്തിൽ എപ്പടി ആണ്ടവരുടെ പരിജ്ഞാനം നമുക്ക് பார்த்தாச்சு. അവൻ எப்படி பரிசுகளோட அவன் சொல்லியாச்சு. எப்படி ഓരോ മനുഷ്യനോടും അവൻ എപ്പടി പേശിയാതെ, മക്കളോട് എപ്പടി പേശിയാച്ച്, അല്ലെങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങൾ, അവൻ എല്ലാ കാര്യങ്ങളും നമുക്ക് അവനിൽ നിന്ന് പഠിക്കാം. അത് തന്നെ നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിലും കാണാം. പൗലോസും അതേപോലെ ആണ്ടവരെ അവൻ നേസിച്ച് ആണ്ടവരുടെ ചിത്തം ചെയ്യാൻ വേണ്ടി അവൻ നിശ്ചയിച്ചപ്പോൾ ദമസ്കസിനെ പടിവാളത്തിൽ അവൻ ആണ്ടവരെ പാത്തു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ പറ്റിയാച്ച് ആണ്ടവർ ചിത്തം വേണ്ടി അവൻ എന്തും ചെയ്യാൻ വേണ്ടി അവൻ റെഡിയായാച്ച്. അവൻ ആണ്ടവർക്ക് ചിത്തം ചെയ്യാൻ വേണ്ടി അവൻ തന്നെത്താനെ അർപ്പിച്ച് അവൻ്റെ തല കൊടുക്കാൻ വേണ്ടി അവൻ ഇഷ്ടപ്പെട്ടാച്ച്. നമുക്ക് അപ്പടി ചെയ്യാൻ പറ്റും. ആണ്ടവരായ യേശുക്രിസ്തു നമുക്ക് ജീവൻ തന്നെങ്കിൽ നമുക്ക് തല നമ്മൾ കൊടുക്കുന്നതിൽ യാതൊരു പ്രയാസമേ കിടക്ക വേണ്ട. അതെന്നെ കാരണമെന്ന് ചൊല്ലിയാൽ നമ്മുടെ തലയാർത്താൻ ആണ്ടവർക്ക് നാം പാടട്ടെ. ആണ്ടവർക്ക് സ്തുതിയിരിക്കട്ടെ. ആമേൻ.